ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടു. നിതിൻ രാജിന്റെ മരണത്തിന് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭവങ്ങളുടെ നിർണായക ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. പേ ലോൺ ആപ്പിൽ നിന്നും നിരന്തരമായ ഭീഷണി സന്ദേശങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ലത എന്ന അധ്യാപിക പ്രിൻസിപ്പാളിന് പരാതി നൽകുകയും ആ സമയം തന്നെ ടീച്ചർക്ക് കോൾ വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ രാജ് പ്രിൻസിപ്പലിന് വിശദീകരിച്ച് നൽകുന്നതാണ് മറ്റൊരു ദൃശ്യം. ഇനി ടീച്ചറുടെ നമ്പർ റെഫറൻസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ലോൺ ആപ്പുകാർ അതിന് വഴങ്ങാത്തതാണ് മൂന്നാമത്തെ ദൃശ്യത്തിൽ വ്യക്തമാകുന്നത്. കെ വി ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും ആ ദൃശ്യങ്ങളെ പറ്റി. ബൈജു, ആ ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് ബോധ്യപ്പെടുത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നല്ലോ കുടുംബം രംഗത്തെത്തിയത്. തീർച്ചയായും എൽദോ, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെയാണ് ഇത്തരം ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം പുറത്തുവിടുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുന്നു. അതായത് 35 മിനിറ്റോളം ഈ മുറിയിലകത്ത്, പ്രിൻസിപ്പലിന്റെ മുറിയിലകത്ത് എന്തൊക്കെ നടന്നു അതെല്ലാം ഈ ദൃശ്യം പറയും. അതായത് ആദ്യം ഈ ടീച്ചർ ലതാ ശശിധരൻ എന്ന് പറയുന്ന നിതിന്റെ ടീച്ചർ അവിടെ വരുന്നു. അതായത് ഈ റെഫറൻസ് നമ്പറായി ലതാ ശശിധരന്റെ നമ്പറാണ് നിതിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഇൻസ്റ്റാ പേ എന്ന ആപ്പാണത്. ഈ ആപ്പിൽ നിന്ന് 15,000 രൂപയാണ് നിതിൻ ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ടീച്ചർ അവിടെ പരാതി നൽകുന്നു. തൊട്ടു പിന്നാലെ നിതിൻ അവിടെ എത്തുന്നു. നിതിന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ആദ്യത്തെ ദൃശ്യം. രണ്ടാമത്തെ ദൃശ്യത്തിൽ ഈ ടീച്ചറും അതുപോലെ തന്നെ ഈ മൊബൈൽ ആപ്പ് കമ്പനിയുമായുള്ള ഒരു സംഭാഷണം, അവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്താണ് ഈ വിഷയം എന്നൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴും വലിയ ഭീഷണിയാണ് ഈ കമ്പനിയിൽ നിന്നും ഉണ്ടാകുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ ഓഡിയോ സഹിതമുണ്ട്. മൂന്നാമത്തെ ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടീച്ചറുടെ നമ്പർ ഈ ഇൻസ്റ്റാ പേ എന്ന ആപ്പിൽ നിന്നും റെഫറൻസ് ആയി കൊടുത്തത് ഒഴിവാക്കാൻ ടീച്ചർ പറയുന്നു. ടീച്ചർ അത് വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി ഇരിക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ കമ്പനി അധികൃതർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. ഈ കമ്പനി അധികൃതർ നൽകുന്ന മറുപടി ഈ പണം മുഴുവൻ അടക്കണം. അതായത് 36% പലിശ ഈടാക്കിയത്. ഈ 36% പലിശ ഉൾപ്പെടെ ഈ 15,000 രൂപയുടെ പലിശ അടക്കണം. അതല്ലെങ്കിൽ നമ്പർ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. വലിയ തോതിലുള്ള ഭീഷണിയൊക്കെ മുഴക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് വളരെ നടുക്കുന്ന കാര്യങ്ങളാണ്. ഈ നിതിൻ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. മാത്രമല്ല പോലീസ് നേരത്തെ വ്യക്തമാക്കിയത് നിതിന്റെ ഫോൺ അവിടെ പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ നിതിൻ പുറത്തേക്ക് പോകും. പിന്നീട് 10 മിനിറ്റകം നിതിൻ തൊട്ടടുത്തുള്ള കെട്ടിടമുണ്ട്, മെഡിക്കൽ കോളേജ് കെട്ടിടമുണ്ട്. ഇതിന് അക്കാദമിക് ബ്ലോക്കിന് തൊട്ടടുത്തായി മെഡിക്കൽ കോളേജ് കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് താഴേക്ക് ചാടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ നിതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. അതായത് തലക്ക് പിന്നിലേറ്റ ആഘാതം, ഈ വീഴ്ചയിൽ ആണ് ഇങ്ങനെ നിതിൻ മരിക്കാനിടയ സാഹചര്യം. ഏതായാലും കുടുംബം കഴിഞ്ഞ 7 ദിവസമായി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്, ഇന്നേക്ക് 7 ദിവസമാകുന്നു നിതിൻ മരിച്ചിട്ട്. ഈ കുടുംബം ആദ്യം മുതലേ ആവശ്യപ്പെട്ടത് ഈ CCTV
CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു. ഈ മരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഈ ഒരു സംഭാഷണം, ഈ ഒരു വിഷയം ഇതിന് തന്നെയാണെന്നാണ് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. വളരെ നിർണായകമായ ഈ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ മലയാളികളെ വലിയ തോതിൽ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണിത്. ഈ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ ഇതിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചു. ഇതിൽ ആരോപണ വിധേയനായ റാം എന്നൊരു അധ്യാപകൻ ഈ ദൃശ്യങ്ങളിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ഈ സമയത്ത് അദ്ദേഹം ഇതിലില്ല. പക്ഷേ 2 അധ്യാപിക, അതുകൂടാതെ പ്രിൻസിപ്പൽ, പിന്നെ മറ്റൊരാൾ, ഇങ്ങനെ 4 പേരാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. നിതിന് പുറമെ, രഥ പറയുന്ന അധ്യാപകർക്ക് പുറമെ 2 പേർ കൂടി ആ ദൃശ്യങ്ങളിലുണ്ട്. അതിൽ നിതിന്റെ മൊബൈലൊക്കെ പരിശോധിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അത്രത്തോളം 35 മിനിറ്റോളം ദൈർഘ്യമുള്ളതാണ്. 3 ഭാഗങ്ങളായാണ് ഈ സംഭവമുള്ളത്. നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഈ പരാതി നൽകാൻ പ്രിൻസിപ്പൽ ആദ്യം വരുന്ന ദൃശ്യം, പിന്നീട് ഈ പേ ആപ്പ് കമ്പനിയുമായി സംസാരിക്കുന്നു, നിതിനോട് സംസാരിക്കുന്നു, എന്താണ് കാര്യങ്ങൾ എന്നത് നിതിൻ വിശദീകരിക്കുന്നു. മൂന്നാമതായി ഈ പേ ആപ്പ് കമ്പനിയിൽ നിന്ന് റഫറൻസ് നമ്പർ ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും കമ്പനി അതിന് വഴങ്ങുന്നില്ല എന്നതാണ്. ഏതായാലും ഈ കമ്പനിക്കെതിരെ ഇന്ന് രാവിലെ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ ഇത്തരത്തിൽ അനധികൃതമായി പല ഇടപാടുകൾ നടത്തുന്ന രീതിയിലാണ് ഇതിൽ കേസുള്ളത്. ഏതെങ്കിലും പരാതിയിലല്ല, സ്വമേധയാ തന്നെ കേസെടുത്തു. അതുകൂടാതെ അധ്യാപിക നേരത്തെ തന്നെ സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെ ആ ഇതിലും സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. വൈകാതെ തന്നെ ഇതിലെ മുഴുവൻ കാര്യങ്ങളും പോലീസ് തന്നെ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, KV ബൈജോണ് വിവരങ്ങൾ നൽകിയത്.